നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 111.2 അടി ഉയരമുള്ള ശിവലിംഗമാണ്. ഈ മഹാശിവലിംഗം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ചതാണ്. തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരവുമാണ് ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തിലോട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഖനനങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും പഴയ കരിങ്കൽ പ്രതിമകളും മറ്റും ഇവിടുന്ന് കിട്ടിയിരുന്നു. നന്ദികേശൻ്റെയാണ് ആദ്യ കാണുന്ന പ്രതിഷ്ഠ. ഗോപുരനടയ്ക്ക് മുൻപായിട്ട് നന്ദികേശൻ്റെ നല്ല മനോഹരമായ ഒരു പ്രതിമ നമുക്ക് കാണാം. അതിന് തൊട്ട് അപ്പുറത്ത് തന്നെ ഗോപുരവാതിലിൻ്റെ ഇടവും വലവുമായിട്ട് 2 ഗജവീരന്മാർ കാവൽക്കാരെ പോലെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഗോപുരനടയ്ക്ക് 3 തട്ടുള്ള ഗോപുരനടയ്ക്ക് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വിശാലമായ ഒരു ആനക്കൊട്ടിലാണ് അങ്ങോട്ട് കയറി ചെന്നാൽ കാണുന്നത്. ഒരു വലിയൊരു നിലവിളക്ക്, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കൊടിമരം, ഇടത് സൈഡായിട്ട് വഴിപാടുകൾ നടത്താനുള്ള കൗണ്ടറുണ്ട്, ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അമ്പലത്തിലെ ഉത്സവം നടക്കാൻ പോകുന്നു. ഇവിടെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് അതിരുദ്ര മഹായജ്ഞവും നടക്കാൻ പോകുന്നു. അതിരുദ്ര മഹായജ്ഞം 5ാമത്തെ പ്രാവശ്യമാണ് നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 24 തൊട്ട് മാർച്ച് 8 വരെ ഉത്സവം നടക്കാൻ പോവാണ്. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു, 12 മണിക്ക് നട അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് കയറി തൊഴണം. ക്യാമറ അകത്ത് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് അകത്ത് കയറി തൊഴാം എന്ന് തീരുമാനിച്ചു. ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ബാഗിനുള്ളിൽ സൂക്ഷിച്ച് കയറി തൊഴാൻ പറഞ്ഞു. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അതുപോലെ തന്നെ മുരുകനും ഗണപതിയും നാഗദൈവങ്ങളും നവഗ്രഹങ്ങളും ഇവിടെ ഉപദേവതകളായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാൻ, പുതിയ ക്ഷേത്രമാണെങ്കിൽ പോലും മനോഹരമായ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. പഴയ ചോള, ചേര, പാണ്ഡ്യ കാലത്തുള്ള മഹാക്ഷേത്രങ്ങളുടെ ചെറിയൊരു നിർമ്മിതിയായിട്ട് നമുക്കിതിനെ ചിലപ്പം ഇതിനകത്തെ പണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തോന്നും. തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളുമായിട്ട് സാമ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇതിനകത്തെ കൊത്തുപണികൾക്ക്. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ കോണിലാണ് മഹാശിവലിംഗത്തിൻ്റെ സ്ഥാനം. അതുപോലെ തന്നെ പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരത്തിൽ 6 ആധാരങ്ങളുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ 6 ആധാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മഹാശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ണ്, അപൂർവങ്ങളായ ആയുർവേദ മരുന്നുകൾ, കാശി, രാമേശ്വരം പോലെയുള്ള പുണ്യസ്ഥലങ്ങളിലെ ജലം തുടങ്ങിയവ ഈ മഹാശിവലിംഗത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുന്നത് ഒരു ഗുഹയിൽ കയറുന്ന പോലാണ് ഈ മഹാശിവലിംഗത്തിലോട്ട് പ്രവേശിക്കുന്നത്. പക്ഷെങ്കിൽ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ക്യാമറ അവിടെ അലൗഡല്ല, ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ മൊബൈലും ക്യാമറയും ഒക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്, അവിടെ സൂക്ഷിക്കാം. അതുപോലെ നമ്മൾ 100 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഊഴമാകുമ്പോൾ അവർ നമ്മളെ വിളിക്കും. അതിനുശേഷം നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിട്ടാണ് ആൾക്കാരെ കടത്തിവിടുന്നത്. ഏറ്റവും മുകളിൽ കൈലാസം എന്നുള്ള സങ്കല്പത്തിലാണ്. കൈലാസ പരിക്രമണം കഴിഞ്ഞ ഒരാൾ മോക്ഷപ്രാപ്തിയിൽ എത്തുന്ന സങ്കല്പത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി. മഹാശിവലിംഗത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള
സഹസ്രദള പത്മത്തിന് താഴെ ശിവപാർവതിമാർ കുടികൊള്ളുന്നു. ഷടാധാരങ്ങളെ അടിസ്ഥാനമാക്കി 6 ധ്യാന കേന്ദ്രങ്ങൾ ശിവലിംഗത്തിൻ്റെ അകത്തുണ്ട്. ആദ്യത്തെ നില തറനിരപ്പിൽ നിന്ന് താഴെയാണ്. മൂലാധാരത്തിൽ വിനായകൻ കുടികൊള്ളുന്നു. ശിവന്റെ 64 മൂർത്തിഭാവങ്ങളാണ് മഹാശിവലിംഗത്തിന്റെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പരശുരാമന്റെ 108 ശിവാലയങ്ങൾ സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. ആ ഐതിഹ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന 108 ശിവലിംഗ പ്രതിഷ്ഠകൾ മഹാശിവലിംഗത്തിലുണ്ട്. ഓരോ നിലയുടെയും മധ്യഭാഗം ശൂന്യമായി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഭക്തർക്ക് ഇരുന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. ഓരോ നിലകളിൽ നിന്നും ഓങ്കാരധ്വനി ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേവതാഭാവങ്ങൾ ഓരോ നിലയിലും വ്യത്യസ്തമാണ്. പല ഋഷീശ്വരന്മാരുടെ രൂപങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. വശങ്ങളുടെ ഉള്ളിലാണ് അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയുണ്ട്. അതുപോലെ മരുന്നുകളുടെ മനമറിഞ്ഞ ഋഷീശ്വരന് മുമ്പിൽ രോഗശമനത്തിനായി പ്രാർത്ഥിക്കാനെത്തിയവരുടെ നീണ്ട നിര അത് കാണാൻ സാധിക്കുന്നുണ്ട്. 6 നിലയും കടന്ന് 7ാം നിലയിലെത്തുമ്പോൾ നമുക്ക് കൈലാസത്തിലെത്തിയ ഒരു പ്രതീതി അനുഭവപ്പെടുന്നുണ്ട്. പുറത്ത് വളരെ ചൂടാണെങ്കിൽ പോലും അകത്ത് വളരെ കുളിർമ, നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ 1000 ദളങ്ങളുടെ താമരയ്ക്ക് താഴെ പാർവതി പരമേശ്വരന്മാർ ഓം നമഃ ശിവായ എന്ന് ജപിക്കുമ്പോൾ നമ്മുടെ മനം നിറയുന്നു. അതുപോലെ അത്രയും കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, താഴത്തെ നിലയിൽ നമുക്ക് തന്നെ ആരാധന നടത്താൻ പറ്റും. മഹാശിവലിംഗത്തിൽ നമുക്ക് തന്നെ ആരാധന ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ അത് നിർമ്മിച്ചിരിക്കുന്നത്. പുരോഹിതന്റെ സഹായമില്ലാതെ നമുക്ക് തന്നെ ആരാധന ചെയ്യാൻ പറ്റും. ചുറ്റമ്പലം കഴിഞ്ഞ് പടിഞ്ഞാറേ കോണിലാണ് ഗണപതി ക്ഷേത്രം. സ്വയംഭൂവായ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ ഗണപതിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അതുപോലെ ഗണേശന്റെ 36 ഭാവങ്ങളിലുള്ള വിഗ്രഹങ്ങൾ ഒരൊറ്റ മേൽക്കൂരയ്ക്കുള്ളിലൂടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കയറി നമ്മൾ ഷൂട്ട് ചെയ്ത് അത് കാണിച്ചിട്ടില്ല. അത് ബാലഗണപതി മുതൽ യോഗ ഗണപതി വരെ ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് നിത്യപൂജയുള്ള 32 വിഗ്രഹങ്ങളോട് കൂടിയ ഈ ഒരു ക്ഷേത്രം. അപ്പോഴും നമ്മൾ ക്യാമറയില്ലാതെ മഹാശിവലിംഗത്തിനുള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രതിപാദിച്ചു. അതുപോലെ തന്നെ ഗണപതി വിഗ്രഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചു. എന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാമറയിൽ കൂടെ അല്ലാതെ നമ്മൾ വിവരിച്ചുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ളവർ ഈ ക്ഷേത്രത്തിൽ വരണം. വളരെയേറെ പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണിത്. മനോഹരമായ ഒരു ഗാർഡനുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഫെൻസിങ്ങൊക്കെ നിർമ്മിച്ച് എല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. നല്ല മനോഹരമായ നടപ്പാതകളെ, അതുപോലെ തന്നെ എല്ലാം പഴമയും പുതുമയും എല്ലാം കൂടെ ചേർത്ത ഒരു ക്ഷേത്രം. തീർച്ചയായിട്ടും ഇവിടെ വന്ന് എല്ലാവരും കാണുക. നേരിട്ട് കണ്ടാൽ മാത്രമേ ആ മഹാശിവലിംഗത്തിനുള്ളിലെ ആ മഹാ അത്ഭുതങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വരിക, കാണുക. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ.